നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ബിൻഷിൻ ഹെൽത്ത് ടിപ്സ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനോട് ചേർന്നിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റെ പുതിയ അപ്ഡേറ്റ്സുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കീറ്റോ ഡയറ്റ് എങ്ങനെ ചെയ്യാം. യൂട്യൂബിലായാലും മറ്റേത് മീഡിയയിലായാലും ഒരുപാട് ആളുകൾ ചെയ്ത വീഡിയോസ്, കീറ്റോ ഡയറ്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഈ ഡയറ്റ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ഈ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കീറ്റോ ഡയറ്റ്? കീറ്റോ ഡയറ്റ് അഥവാ LCHF, കീറ്റോജനിക് ഡയറ്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ നിന്നും ഫാറ്റ് മെറ്റബോളിസത്തിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി ഫാറ്റിൽ നിന്ന് വരുന്ന കീറ്റോൺസിനെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ശരീരം മാറുന്ന ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് അഥവാ LCHF അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഡയറ്റിനെ പറ്റിയിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും ഇതിനെപ്പറ്റി അറിഞ്ഞതെങ്കിൽ അതിനെപ്പറ്റി വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഈ ഡയറ്റ് ചെയ്യുക. അല്ലാത്തവർ അത് നല്ല രീതിയിൽ ഇരുന്ന് ഓരോ വീഡിയോസും അല്ലെങ്കിൽ അത് 1 by 1 ആയി പഠിച്ചതിന് ശേഷം ഈ ഒരു ഡയറ്റ് ചെയ്യുക. ആരെയും ആശ്രയിക്കാതെ കീറ്റോ ഡയറ്റ് എങ്ങനെ ചെയ്യാം, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എന്താണ് കീറ്റോ ഡയറ്റ്, എന്താണ് കീറ്റോജനിക് ഡയറ്റ്, എന്താണ് LCHF ഡയറ്റ്? മൂന്നും ഒന്ന് തന്നെയാണ്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ നിന്നും ഫാറ്റ് മെറ്റബോളിസത്തിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബോഡിയെ, നമ്മളെ ശരീരത്തെ മാറ്റിയെടുക്കുന്ന ഒരു ഡയറ്റാണ് കീറ്റോജനിക് ഡയറ്റ്. അപ്പോൾ ഈ കീറ്റോജനിക് ഡയറ്റ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ചേഞ്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ഡയറ്റ് നമ്മളെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈ ഒരു കീറ്റോസിസ് എന്ന് പറയുന്ന പ്രവർത്തന രീതി ഉണ്ടാകുമ്പോൾ നമ്മളെ ശരീരത്തിലെ അമിതവണ്ണം, ഫാറ്റി ലിവർ, കുടവയർ, ഇത്തരത്തിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ ഈ ഡയറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനു പുറമെ പ്രമേഹം, ക്യാൻസർ, മറ്റ് മെറ്റബോളിക് സിൻഡ്രംസ് ചികിത്സിക്കുന്ന ഒരു ഭക്ഷണ രീതിയുമായിട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെജോറിറ്റി ഓഫ് ആളുകളും തടി കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ അറിവിൽ എൻ്റെ ഫോളോവേഴ്സും എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും ഒരു 100% തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയറ്റ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഒരു 45 ദിവസമെങ്കിലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്താലേ അവർക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നേ ഉള്ളൂ. കാരണം റിസൾട്ട് കിട്ടും വിത്തിൻ 1 to 2 വീക്സിന്റെ ഉള്ളിലൊക്കെ 10 കിലോ കുറഞ്ഞവരും 15 കിലോ കുറഞ്ഞവരൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ മെറ്റബോളിസം ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ആരെയും കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. അതായത് അവർക്ക് വെയിറ്റ് കുറഞ്ഞല്ലോ, അയാൾക്ക് വെയിറ്റ് കുറഞ്ഞല്ലോ, എനിക്ക് എന്തുകൊണ്ട് കുറഞ്ഞില്ല, എനിക്ക് 5 കിലോ കുറഞ്ഞതിന് ശേഷം പിന്നെ കുറയുന്നേ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിക് സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ഡയറ്റ് വർക്ക്ഔട്ട് ആവുന്നത്. അത് എത്രത്തോളം ഫാസ്റ്റായി നടക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മെറ്റബോളിക് സ്ട്രെങ്ത് കൂടുതലാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. കൂടാതെ സ്ത്രീകളിൽ ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾക്ക് 1 മന്തിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് മുഴുവൻ പറയാൻ പറ്റില്ലെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വെയിറ്റ് ലോസിനെ ബാധിക്കാറുണ്ട്. അത് മാത്രമല്ല തൈറോയിഡ് പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസസ് വളരെ നല്ല രീതിയിൽ തന്നെ ഇത്തരം വെയിറ്റ് ലോസിനെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ കമ്പയർ ചെയ്തത്, സ്ത്രീകൾക്കാണ് കൂടുതലും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ് വളരെ സ്ലോ ആയിരിക്കും അത്തരക്കാർക്ക്. അപ്പൊ അത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഡയറ്റിലോട്ട് കടക്കുമ്പോൾ ഫസ്റ്റ് വീക്ക്, ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിനെ നേർ പകുതിയാക്കി
നമ്മളുടെ ഭക്ഷണത്തിന്റെ അളവിനെ പകുതിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഡയറ്റിലോട്ട് കടക്കാൻ. അല്ലാതെ ഡയറക്ട്ലി നാളെ രാവിലെ തന്നെ അങ്ങ് കീറ്റോ ഡയറ്റ് തുടങ്ങിക്കാം എന്നുള്ള രീതിയിൽ ചാടി അതിലോട്ട് വരരുത്. അപ്പോൾ നമ്മൾ ഒരു 1 വീക്ക് കഴിക്കുന്ന ഭക്ഷണം 3 ചപ്പാത്തി കഴിക്കുന്നതിന് 1.5 ചപ്പാത്തി ആക്കുക. അതുപോലെ കഴിക്കുന്ന ഭക്ഷണം 2 കയ്യിൽ ചോറിന് പകുതി ഒരു കയ്യിൽ ചോറിലോട്ട് മാറുക. അങ്ങനെ ഓരോ കാര്യങ്ങളിലും പകുതിയാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒരു ആഴ്ച നമുക്ക് ആ ഒരു കൺട്രോൾ വേണം. ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു കൺട്രോൾ നേടിയതിന് ശേഷം കീറ്റോ ഡയറ്റിലോട്ട് എൻട്രി ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 75% ഫാറ്റും 20% പ്രോട്ടീനും 5% കാർബോഹൈഡ്രേറ്റുമുള്ള ഈ ഒരു ഭക്ഷണ രീതിയാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5% കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 20 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം 20 ഗ്രാം കാർബോഹൈഡ്രേറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കീറ്റോസിൽ നിന്നും ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പഴയ മെറ്റബോളിസത്തിലോട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടിപ്പ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനത്തിന്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, ഒരു മെയിൽ പേഴ്സൺ ആണെങ്കിൽ സെഡൻഡറി വർക്ക് സ്റ്റൈലുള്ള ആളുകൾക്ക് 2425 കിലോ കലോറിയെങ്കിലും വേണം. അതുപോലെ മോഡറേറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 2875 ആണ് അവരുടെ കലോറി വാല്യൂ. അതുപോലെ തന്നെ ഹെവി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 3800 കിലോ കലോറി വേണം. പിന്നെ സ്ത്രീകൾക്ക്, സെഡൻഡറി വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് 1875, പിന്നെ മോഡറേറ്റ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ 2225, ഹെവി വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 2925 ആണ് അവരുടെ കലോറി വാല്യൂസ്. അപ്പോൾ ഈ വാല്യൂസ് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഈ കലോറികളാണ് നമ്മൾ ഒരു ദിവസത്തെ നമുക്ക് ഇത്രത്തോളം വർക്ക് ചെയ്യാൻ നമുക്ക് ശരീരത്തിലോട്ട് നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കണം ഈ ഒരു എനർജി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1 ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് 9 കിലോ കലോറിയാണ്. 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നത് 4 കിലോ കലോറിയാണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 4 കിലോ കലോറിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. 1 ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് 9 കിലോ കലോറിയാണ്. അതായത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന വെറും 4 കിലോ കലോറിയാണ്. അപ്പോൾ ഇതിന്റെ ഡബിളിന് മേലെയാണ് ഫാറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് എനർജി വാല്യൂ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവക്കാഡോ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് നമ്മൾ എടുത്തു. 100 ഗ്രാം അവക്കാഡോയിൽ 15 ഗ്രാം ഫാറ്റ് ആണുള്ളത്. അപ്പോൾ 15 ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് എത്ര കിലോ കലോറി കിട്ടി? 15 ഗുണം 9 135 കിലോ കലോറി നമുക്ക് 100 ഗ്രാം അവക്കാഡോ കഴിച്ചാൽ കിട്ടുന്നതാണ്. ഈസി വേ ആണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ്, ചക്ക കഴിക്കാൻ പറ്റുമോ, കടച്ചക്ക കഴിക്കാൻ പറ്റുമോ, പപ്പായ കഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. കാർബോഹൈഡ്രേറ്റ് ഇൻ പപ്പായ, കാർബോഹൈഡ്രേറ്റ് ഇൻ ജാക്ക് ഫ്രൂട്ട്, ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്റർനെറ്റിൽ ഇന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യേണ്ട ഓയിൽ കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിലും മാത്രം. കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിലും മാത്രം യൂസ് ചെയ്യുക കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ വെള്ളം ഒരു ദിവസം ആണുങ്ങൾക്ക് 3.7 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് 2.7 വരെ കുടിക്കാവുന്നതാണ്. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അമിതമായി വെള്ളം കുടിക്കരുത്. നിങ്ങളുടെ സ്റ്റൊമക്കിലാണ് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഡൈജഷൻ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ സ്റ്റൊമക്കിലെ ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ അമിതമായ വെള്ളം കുടിയിലൂടെ ഈ ആസിഡ് എല്ലാം ഡൈലൂട്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഡൈജഷനെ അത് നന്നായി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഭക്ഷണത്തിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരിക്കലും ഒരു അരമണിക്കൂർ മുമ്പൊക്കെ വെള്ളം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വെള്ളം കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം ആവശ്യമാണ് ദിവസവും, അത് വേണ്ടത്ര അളവിൽ കുടിക്കുക. പിന്നെ യൂസ് ചെയ്യേണ്ട സാൾട്ടുകൾ, ഹിമാലയൻ സാൾട്ടും സീ സാൾട്ടും യൂസ് ചെയ്യുക. പൊട്ടാസ്യം സാൾട്ടും സോഡിയം സാൾട്ടാണ് ഇത് രണ്ടും.
അപ്പോൾ രണ്ടും ഇൻക്ലൂഡ് ചെയ്യുക ഡെയിലി ഡയറ്റിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആപ്പിൾ സിഡാർ വിനെഗർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മിക്സ് ചെയ്തിട്ട് ആപ്പിൾ സിഡാർ വിനെഗർ കഴിക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ നല്ലതാണ് വെയിറ്റ് ലോസിനും. അപ്പോൾ നമ്മൾ മീൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാത്രം ആദ്യം ശ്രദ്ധിക്കുക, അരി ഭക്ഷണം. അതായത് റൈസ്, വീറ്റ്, ബാർലി, കോൺ, അതുപോലെ തന്നെ മൈദ, റിഫൈൻഡ് ആയിട്ടുള്ള വേർഷൻ മൈദ, ബേക്കറി ഐറ്റംസ്, അമിതമായി മധുരമുള്ള ഈ പെപ്സി, കൊക്കക്കോള, മിറിൻഡ, അതുപോലെ ഇത്തരത്തിലുള്ള കാർബണേറ്റഡ് വാട്ടേഴ്സ്, മധുരമുള്ള, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഭൂമിക്ക് താഴോട്ട് വളരുന്ന പൊട്ടറ്റോ, മധുരമുള്ള, അതുപോലെ ബീട്രൂട്ട്, മധുരമുള്ള കപ്പക്കിഴങ്ങ്, അത്തരത്തിൽ ഭൂമിക്ക് താഴോട്ട് വളരുന്ന കിഴങ്ങു വർഗ്ഗങ്ങളിലെല്ലാത്തിലും അമിതമായ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ ഭൂമിക്ക് മുകളിലോട്ട് വളരുന്ന പച്ചക്കറികൾക്കൊക്കെ നമുക്ക് പച്ചക്കറികൾ ഏത് വേണമെങ്കിലും കഴിക്കാം. കാരണം നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഈ 20 ഗ്രാംസ് എപ്പോഴും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് മൾട്ടി വൈറ്റമിൻ, മൾട്ടി മിനറൽ, ഫൈറ്റോ കെമിക്കൽസ് എല്ലാം തരുന്നത് ഇത്തരത്തിലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൂടെയാണ്. അപ്പോൾ അത് പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യുക, കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഇപ്പോൾ ഫുഡുകളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടും. അപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് ഇൻ ടൊമാറ്റോ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എന്താണ് അതിനകത്ത് എത്രത്തോളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട 100 ഗ്രാം തക്കാളിക്ക് 3.5 ഗ്രാം കാർബോഹൈഡ്രേറ്റേ ഉള്ളൂ. എന്നാൽ 100 ഗ്രാം ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ 20 ഗ്രാം ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ട് നമുക്ക് ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കീറ്റോ ഡയറ്റും തമ്മിലുള്ള ഒരു രീതിയാണ്, അതൊരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഇപ്പൊ സാധാരണ രീതിയിൽ കീറ്റോ ഡയറ്റ് ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, 3 നേരം ഭക്ഷണം കഴിക്കുക. അതായത് ആദ്യത്തെ ഒരു 1 വീക്ക് 3 മീലിനെ ഡേ, 3 നേരം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് മുതൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ചേഞ്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നെക്സ്റ്റ് വീക്കിൽ 16 hours ഫാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന 8 മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ പീരീഡാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും, പിന്നെ 6 മണിക്ക് ഡിന്നർ. ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും, അതായത് 10 മണിക്കും 6 മണിക്കും ഇടയിൽ വേറെ സ്നാക്കിംഗ് ഒന്നും പാടില്ല, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. ഈ 6 മണിക്ക് ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മോർണിംഗ് 10 മണിക്കാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നത്. ഈ ഒരു പീരീഡിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബോൺ ബ്രോത്ത്, സൂപ്പ് ഐറ്റംസ്, കോഫി, ടീ വിത്തൗട്ട് ഷുഗർ, ഗ്രീൻ ടീ കഴിക്കാം, ആപ്പിൾ സിഡാർ വിനെഗർ കഴിക്കാം, പിന്നെ ലെമൺ സാൾട്ട് ഇട്ടിട്ട് വെള്ളവും കുടിക്കാം. ഈ ഒരു രീതിയിൽ ഒരു സെക്കൻഡ് വീക്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ കൊണ്ടുപോകുമ്പോൾ തേർഡ് വീക്ക്, ആ വീക്ക് 7 ദിവസം 16 hours പാറ്റേൺ. തേർഡ് വീക്കിൽ നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ഇത് ചെയ്യണം. അതായത് 3 മീൽ, 2 മീൽ, 3 മീൽ, പിന്നെ നിങ്ങൾ വെയിറ്റ് കുറയുന്നവരെ 3 മീൽ, 2 മീൽ, 3 മീൽ, 2 മീൽ, ഈ രീതിയിൽ വെയിറ്റ് കുറയുന്നവരെ കണ്ടിന്യൂ ചെയ്താൽ കീറ്റോസിലോട്ട് വളരെ വളരെ എളുപ്പത്തിൽ എത്താനുള്ള ഈസിയസ്റ്റ് വേ ആണ് ഞാൻ ഈ പറയുന്നത്. ആദ്യത്തെ ഒരാഴ്ച 3 മീൽ, സെക്കൻഡ് വീക്ക് 2 മീൽ, 16 hours പാറ്റേൺ. അത് കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച മുതൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ്, അതായത് 3 മീൽ, 2 മീൽ, 3 മീൽ, 2 മീൽ, ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ഫാസ്റ്റിംഗ് ടൈം 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
സൂപ്പുകൾ കഴിക്കാം, ബോൺ ബ്രോത്ത്. പിന്നെ അതുപോലെ സൂപ്പ് തന്നെ ഹെവി ക്വാണ്ടിറ്റി ഒന്നല്ല, ലിക്വിഡ് ആയിട്ടുള്ള, അതായത് മീറ്റ് ഒന്നും ഇടാത്ത ലിക്വിഡ് ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ സിഡാർ വിനെഗർ കഴിക്കാം, പിന്നെ കോഫി കുടിക്കാം, ലെമൺ ജ്യൂസ് കഴിക്കാം വിത്ത് സാൾട്ട്, ആ രീതിയിലൊക്കെ കഴിക്കാം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. ഈ ഒരു രീതി പാറ്റേണിൽ ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോസിലോട്ട് എത്താൻ വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾ 2 meals in a day ആണ്, ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കീറ്റോസിലോട്ട് എത്താനും പറ്റും, നിങ്ങളുടെ വണ്ണം വളരെ എളുപ്പത്തിൽ കുറയുകയും ചെയ്യും. പിന്നെ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എക്സസൈസ്, ഒരു 30 minute എക്സസൈസ് ഒക്കെ ചെയ്യുക. ലൈറ്റ് എക്സസൈസ് മതി, ഓട്ടമോ ചാട്ടമോ അതുപോലെ തന്നെ കാർഡിയാക് എക്സസൈസോ ആബ്സിൻ്റെ എക്സസൈസോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുള്ളൂ ശ്രദ്ധിക്കേണ്ടത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ, അതാണ് കൂടുതൽ എഫക്റ്റീവ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നും നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. നന്ദി.